നമസ്കാരം മാഡം. നമസ്കാരം. ഞാൻ കേരള മെട്രോ ബാങ്കിന്റെ റീജിയണൽ മാനേജറാണ്. സിദ്ധാർത്ഥൻ സാറിന്റെ കമ്പനി ഞങ്ങളുടെ ബാങ്കിൽ നിന്ന് വലിയൊരു തുക ലോൺ എടുത്ത കാര്യം അറിയാലോ. അത് തിരിച്ചടയ്ക്കുന്നതിന് കുറെ നോട്ടീസ് അയച്ചിരുന്നു. അതിന് ഞങ്ങൾ മറുപടി തന്നിരുന്നല്ലോ. ആ ലോൺ എടുത്തത് എന്റെ ഭർത്താവ് സിദ്ധാർത്ഥനല്ല, അന്തരിച്ച ബലരാമനാണ്. അവസാനം ബാധ്യതകളൊക്കെ എന്റെ ഭർത്താവിന്റെ മേൽ കെട്ടിവെക്കുകയായിരുന്നു. ഞങ്ങളത് അറിയിച്ചിരുന്നല്ലോ. അതിന് ഞങ്ങൾ റിപ്ലൈ ചെയ്തിരുന്നു. സിദ്ധാർത്ഥൻ സാറിന്റെ മറുപടി തൃപ്തികരമല്ല. ഞങ്ങൾക്ക് കിട്ടിയ രേഖകൾ പ്രകാരം സിദ്ധാർത്ഥൻ സാറാണ് ബാധ്യതകൾ തീർക്കേണ്ട ആൾ. അതുകൊണ്ട് ബാങ്കിന് കിട്ടാനുള്ള കടം മടക്കി തരണമെന്ന് ഞങ്ങൾ വ്യക്തമായി അറിയിച്ചിരുന്നു. നിങ്ങളിങ്ങനെ മറുപടി തന്നോന്ന് വെച്ച് ഞങ്ങൾ ഉടനെ പൈസ എടുത്ത് തരണോ? തർക്കവും ബഹളമൊന്നും വേണ്ട. നടപടികൾക്കായിട്ടാ ഇപ്പൊ വന്നേക്കുന്നേ. എന്ത് നടപടിയാ സാർ? ഇതാണ് സിദ്ധാർത്ഥൻ സാറ് ബാങ്കിന് തരാനുള്ള തുക. ഞങ്ങൾ ഡീറ്റെയിൽസ് മെയിൽ ചെയ്തിട്ടുണ്ട്. കോടതി ഉത്തരവുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ജപ്തി നടപടികൾക്ക്. ജപ്തിയോ? എന്ത് ജപ്തി? ലോൺ എടുത്തപ്പോൾ ബാങ്കിന് കൊടുത്ത ജാമ്യം, ഈ വീട്, വസ്തു, മറ്റനുബന്ധ വസ്തുക്കൾ ഒക്കെ കൂടി ജപ്തി ചെയ്യാൻ വേണ്ടി കോടതിയിൽ അപേക്ഷ കൊടുത്തു. കോടതിയിൽ നിന്ന് അനുമതി ലഭിച്ചു. ബാങ്കിന്റെ ബാധ്യതകൾ ഇപ്പോൾ തിരിച്ചടക്കുകയാണെങ്കിൽ നടപടികൾ അവസാനിപ്പിക്കാം. ഈ എമൗണ്ടുകൾ ഇപ്പോൾ തിരിച്ചടയ്ക്കാനുള്ള സാഹചര്യമുണ്ടോ? കണ്ണു ചോരയല്ലേ സാർ നിങ്ങൾക്ക്? ജീവിക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുക. കള്ളക്കേസിൽ കുടുക്കി ഭർത്താവിനെ ജയിലിൽ തള്ളി. സോഷ്യൽ മീഡിയയിൽ അപവാദ പ്രചരണം. സാമ്പത്തികമായി എങ്ങനെയൊക്കെ തകർക്കാമോ അങ്ങനെയൊക്കെ തകർക്കാൻ നോക്കുക. കമ്പനിക്ക് വരുത്തിയിട്ടുള്ള ബാധ്യത സിദ്ധാർത്ഥൻ കാരണമല്ല എന്ന് ബാങ്കിന് വ്യക്തമായിട്ട് അറിയാം. തേവക്കാട്ടുകാരുമായിട്ട് ഒത്തുകളിച്ച നിങ്ങളിപ്പോ ഈ ജപ്തി എന്നും പറഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നത്. ജപ്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോവേണ്ടത് തേവക്കാട്ടേക്കാ. ഞാൻ തൊഴുതപേക്ഷിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്റെ ഭർത്താവിന്റെ കേസ് തീരുമാനമാകുന്നത് വരെ ദയവായി ക്ഷമിക്കണം. പ്ലീസ് സർ, ദയവായി മനസ്സിലാക്കണം. സോറി മാഡം, ഒരുപാട് ക്ഷമിച്ചല്ലേ. ബാങ്കിന് ഇനി മറ്റു മാർഗമൊന്നുമില്ല.